ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ MR ലാൽ വ്ലോഗ്സ്. ഐ ആം രാധിക മണിയൻ. ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നടയടയ്ക്കലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും 8 മണിക്ക് നടത്തി വരാറുള്ള ശിവദീപ പ്രദക്ഷിണ പൂജ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 6 മണിക്കായിരുന്നു. ശിവദീപ പ്രദക്ഷിണ പൂജയ്ക്ക് ശേഷമാണ് വിശേഷാൽ പൂജകളെല്ലാം തുടങ്ങിയത്. ശിവദീപ പ്രദക്ഷിണ പൂജയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പൂജയാണ് ശിവദീപ പ്രദക്ഷിണ പൂജ. മുമ്പിലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഉത്സവത്തെക്കുറിച്ചും നടയടയ്ക്കലിനെക്കുറിച്ചും പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് നടയടയ്ക്കലിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. നവംബർ 16 മുതൽ 23 വരെയാണ് നമ്മുടെ ഉത്സവം വരുന്നത്. നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ 16 കരകളിലെ ഉത്സവങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിക്ക് മുമ്പുള്ള ഞായറാഴ്ച ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമിയുടെ ശിവലിംഗ രൂപത്തെ ക്ഷേത്രം തന്ത്രി ഉടുപ്പിലാപ്പള്ളിവണം ബ്രഹ്മശ്രീ വാസുദേവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭസ്മാഭിഷക്തനാക്കി നടയടച്ചതിന് ശേഷം അഷ്ടമിക്ക് മുമ്പുള്ള സൂര്യോദയത്തിന് മുമ്പ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നതാണ്. നട തുറക്കുന്നതിനോട് മുൻപായി ഭഗവാന് 101 പറയൽ കാർഷിക വിഭവങ്ങൾ കാണിക്ക വയ്ക്കുകയും തുടർന്ന് 1008 ഇളനീരിൽ അഭിഷേകം നടത്തുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു ദർശനമാണ്. ഈ 4 മണിക്കാണ് നമുക്ക് അഷ്ടമി ദർശനം. അത് മറ്റൊരു ക്ഷേത്രത്തിലും നമുക്ക് അനുഭവപ്പെടാൻ പറ്റില്ല. ക്ഷേത്രം തുറന്നതിന് ശേഷം പൊങ്കാല ഉണ്ടായിരുന്നതാണ്. അത് നമ്മുടെ ക്ഷേത്രം തന്ത്രി തീ കൊളുത്തി പൊങ്കാല കഴിഞ്ഞതിന് ശേഷം 2 മണി തൊട്ട് ഉത്സവം നടക്കുന്നതാണ്. അത് ഈ ഗജവീരന്മാരും ഫ്ലോട്ടുകളും ഉണ്ട്, പിന്നെ ജലഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചക്കാലത്തെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ആൾമോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് നടയടയ്ക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ ശിവദീപ പ്രദക്ഷിണ പൂജയ്ക്ക് ശേഷം ഗണപതി ഹോമവും സഹസ്രകലശവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഭഗവാനെ ഭസ്മാഭിഷേകം ചെയ്യുന്നതിന് മുന്നായിട്ട് പാല്, നെയ്യ്, തേൻ, ഇളനീർ മുതലായവ കൊണ്ടുള്ള അഭിഷേകമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉത്സവത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തോടെ കല്ലടയിലെ 16 കരകളിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ വർഷത്തെ അഷ്ടമി മഹോത്സവം പ്രസിഡന്റ് പറഞ്ഞിരുന്നു 2024 നവംബർ 16 മുതൽ 23 വരെ നടത്തപ്പെടുകയാണ്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിക്ക് മുമ്പുള്ള ഞായറാഴ്ച ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമിയുടെ ശിവലിംഗ രൂപത്തെ ക്ഷേത്രം തന്ത്രി മുതുവില്ലാപ്പള്ളിമഠം ബ്രഹ്മശ്രീ വാസുദേവര് സോമയാജിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭസ്മാഭിഷേകം ചെയ്ത് നടയടച്ച് പ്രകൃതി ദേവതകൾക്ക് ആരാധിക്കുവാൻ വേണ്ടി അഷ്ടപാലകരെ കാവലേൽപ്പിക്കുകയും തുടർന്ന് അഷ്ടമി നാളിൽ വെളുപ്പിനെ 4 മണിക്ക് നട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുകയുമാണ് ചെയ്യുന്നത്. നട തുറക്കുന്ന സമയത്ത് ആദ്യം ഭഗവാന് കണി കാണാനായി പശുവിനെയും കുട്ടിയെയും നിർത്തുകയും തുടർന്ന് നമ്മൾ വച്ചിരിക്കുന്ന 101 പറകളും ഭഗവാൻ കണ്ടതിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നത്. 101 പറകളിൽ വയ്ക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും ഫലസിദ്ധികളുമുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. നാരങ്ങാപ്പറ പുരുഷന്മാരുടെ വിവാഹ തടസ്സം മാറാൻ, നെല്ലിക്കാപ്പറ രോഗമുക്തിക്ക് വേണ്ടി, ചെറുപയർപ്പറ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, കൂവളയിലപ്പറ ശിവപ്രീതിക്ക് വേണ്ടി, കുങ്കുമപ്പറ സ്ത്രീകളുടെ മംഗല്യ തടസ്സം മാറാൻ, ഭസ്മപ്പറ കാര്യസിദ്ധിക്ക് വേണ്ടി, അരിപ്പറ അന്നദാനത്തിനു വേണ്ടി, കദളിപ്പഴംപറ വിജയത്തിനു വേണ്ടി, വൻപയർപ്പറ അന്നദാനത്തിനു വേണ്ടി, അവൽപ്പറ, മലർപ്പറ, മുന്തിരിപ്പറ, കൽക്കണ്ടപ്പറ, എള്ളുപറ ഭഗവാന് നിവേദ്യത്തിനു വേണ്ടി, കാർഷിക വിളകൾ കൊണ്ടുള്ള പറ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി, പഴവർഗ്ഗങ്ങൾ കൊണ്ടുള്ള പറ മഞ്ഞൾപ്പറ ത്വക്ക് മുക്തിക്ക് വേണ്ടി. ഈ വക സാധനങ്ങളാണ് നമ്മൾ പറയിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ നട അടയ്ക്കുന്ന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭസ്മാഭിഷേകത്തിന് ശേഷം ഭഗവാന് വിളക്ക്
കൊളുത്തി വെച്ചതിന് ശേഷമാണ് നട അടയ്ക്കുന്നത്. അതായത് ഇനി ഏകദേശം 7 ദിവസത്തോളം അങ്ങനെ വിളക്ക് നമ്മൾ നട തുറക്കുന്ന വരെ നിൽക്കത്തക്ക രീതിയിൽ ചെറിയൊരു ഓട്ടുപാത്രത്തിനുള്ളിൽ എണ്ണയൊഴിച്ച് അതിനകത്ത് കിഴികെട്ടി അങ്ങനെയൊക്കെ സജ്ജീകരിച്ചാണ് വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത്. അഷ്ടമി നാളിൽ ക്ഷേത്രം തന്ത്രി നട തുറക്കുന്നവരെ ആ വിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കും. ശ്രീകോവിൽ നട അടച്ച ശേഷം പിന്നെ ഇങ്ങനെ ഓലമടഞ്ഞ് അതുകൊണ്ട് വീണ്ടും ഭദ്രമായിട്ട് അടച്ചതിന് ശേഷം വെള്ളമുണ്ടുകൊണ്ട് മൂടും. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇലവൂർക്കാവ് ശ്രീകണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കൊടി കയറി കൊടി ഇറങ്ങുന്നത് പോലെ നമ്മുടെ ക്ഷേത്രത്തിൽ നടയടച്ച് നട തുറക്കുകയാണ് ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിൽ ഈ വെള്ളമുണ്ട് മൂടിയിരിക്കുന്നത് പോലെ തന്നെ ഗേറ്റിലും ആ വെള്ളമുണ്ട് കൊണ്ട് മൂടി പൂമാലയൊക്കെ ഇട്ട് നിർത്തും. തുടർന്നിത് അഷ്ടമി നാളിലായിരിക്കും എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഉച്ചക്കലത്തെ അന്നദാനം ഭഗവാന് ഫസ്റ്റ് നേദിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. തുടർന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ അന്നദാനത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. നീണ്ട ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ അന്നദാനത്തിന്. ഭക്തജനങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ അന്നദാനം നേർച്ചയായി സമർപ്പിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ നമ്മുടെ തിരുവുത്സവത്തിൻ്റെ അന്നത്തെ കെട്ടുകാഴ്ചകളെപ്പറ്റിയും ഇന്നു മുതലുള്ള രാത്രി പരിപാടികളെപ്പറ്റിയും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. നമ്മുടെ കെട്ടുകാഴ്ചകളിലെ എപ്പോഴത്തെയും ഹൈലൈറ്റ് ഗജവീരന്മാർ തന്നെയാണ്. ഈ വർഷവും നമുക്ക് 3 ഗജവീരന്മാരുണ്ട്. കൂടെ 19 ഫ്ലോട്ടുകളുണ്ട്. ഇതിനൊക്കെ പൊലിമ കൂട്ടാനായിട്ട് ശിങ്കാരിമേളവുമുണ്ട്. ക്ഷേത്രം വക എടുപ്പുകാളയുമുണ്ട്. അടുത്ത നമ്മുടെ കെട്ടുകാഴ്ചയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ജലഘോഷയാത്ര. ജലഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കല്ലട വലിയ പള്ളിയിലെത്തി അപ്പൂപ്പനെ സന്ദർശിച്ച് അവിടെ നിന്നും പടിഞ്ഞാറേ കല്ലട ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെത്തി മഹാദേവനെ സന്ദർശിച്ച ശേഷം ദീപാരാധനയോടെ തിരിച്ച് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു. ഇത് ഭക്തജനങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ഇനി നമുക്ക് നമ്മുടെ രാത്രി പരിപാടികളിലേക്കൊന്ന് കടക്കാം. 1-ാം ഉത്സവത്തിൻ്റെ അന്ന്, അതായത് നവംബർ 16-ന് അഹോരാത്രം അഖണ്ഡനാമ ജപയജ്ഞം ഉണ്ടായിരുന്നു. കൂടാതെ ദീപാരാധന സമയത്ത് ആകാശപൂരവും ഉണ്ടായിരുന്നു. നവംബർ 17 നട അടയ്ക്കൽ ദിവസം രാത്രി 7 മണി മുതൽ നൃത്തസന്ധ്യ. നവംബർ 18, 19 ദിവസങ്ങളിൽ നാടൻപാട്ട്. നവംബർ 20 കാക്കാരിശി നാടകം. നവംബർ 21, 22 ദിവസങ്ങളിൽ ഗാനമേള. നവംബർ 23 തിരുവുത്സവ ദിവസം രാത്രി പരിപാടികൾ ഈ വർഷം ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം അതിഗംഭീരമായ കെട്ടുകാഴ്ച ആയതുകൊണ്ട് തന്നെ അതിനുകൂടി രാത്രി സമയം തികയില്ല. അതുകൊണ്ടാണ്. അന്നദാനം കഴിഞ്ഞുള്ള പാത്രം കഴുകലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ഭാഗമായ ഇതുകൂടി ഉൾപ്പെടുത്തണമല്ലോ. അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉത്സവ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ കൊടുക്കാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായി കാണാം. ടാറ്റാ.